ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുവാനാണ് വന്നിരിക്കുന്നത്. നിർബന്ധമായും എല്ലാവരും ഈ വീഡിയോ കാണണേ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. പതിവ് പോലെ ഒട്ടും താല്പര്യമില്ലാതെ എന്നാൽ അല്പം ഭയത്തോടുകൂടി കോഴിക്കോട് ആസ്റ്റർ ഓങ്കോളജിയുടെ മുമ്പിൽ ഞാനെത്തി. അവിടെ ചിരിയില്ല, കളിയില്ല, സന്തോഷമില്ല. വിങ്ങിപ്പൊട്ടുന്ന കുറേയധികം ഹൃദയങ്ങൾ, കുറേയധികം മനസ്സുകൾ അല്പം പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം ഓരോ മുഖങ്ങളിൽ നിന്നും എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് അല്പമെങ്കിലും മനസ്സിലാക്കുവാനായി എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരിത്തിരിയെങ്കിലും ആർക്കെങ്കിലും ആശ്വാസം പകരുവാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ച് തൊട്ടടുത്തിരുന്ന ഒരു അമ്മച്ചിയുടെ അടുത്തിരുന്ന് കുറേയധികം സംസാരിച്ചു. അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കവേ ആ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഞാനൊരു ടീച്ചറാണ്. സ്ഥിരമായി സാരി ഉടുത്ത് സ്കൂളിൽ പോകുന്ന ഒരു ടീച്ചർ. എനിക്ക് സാരി ഉടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് മാക്സിമം മുറുക്കി കെട്ടിയില്ലെങ്കിൽ വളരെ അസ്വസ്ഥതയാണ്. നടന്നു പോകുന്ന വഴിക്ക് സാരി ഊരിപ്പോകുമോ എന്നുള്ള ഭയം കാരണം ഞാൻ നല്ല ടൈറ്റായിട്ട് എൻ്റെ പാവാട എപ്പോഴും കെട്ടു. പക്ഷെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് മുറുക്കി ഉടുക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ നീറ്റൽ, പൊട്ടൽ, കുരുക്കളോ ഒക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒന്നും വലിയ മൈൻഡ് ചെയ്യാതെ വല്ല ക്രീമോ എണ്ണയോ ഒക്കെ പുരട്ടി വീണ്ടും ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് സാരി ഉടുത്തുകൊണ്ട് പോകുവാനായി തുടങ്ങി. ഇതിൻ്റെ കൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിയർപ്പും ചൂടും എല്ലാം കൂടി ആയപ്പോഴേക്കും, പൊടിയും എല്ലാം കൂടി ആയപ്പോഴേക്കും ആ കുരുക്കളൊക്കെ പൊട്ടി പിന്നീടത് വ്രണമായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ കുരുക്കൾ പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തി. ഇതും പിന്നെയും ഞാൻ സഹിച്ചുകൊണ്ട് ഓരോരോ ക്രീമുകൾ പുരട്ടി എനിക്ക് സ്കൂളിൽ പോകേണ്ടേ, സാരി ഉടുക്കണ്ടേ, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമോ എന്ന് ഭയന്ന് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് വേദന കൂടിയപ്പോൾ അല്ലെങ്കിൽ ഒരു പുറകിലുണ്ടായിരുന്ന ഒരു കുരു ഭയങ്കരമായിട്ട് പൊട്ടി വേദന കൂടിയപ്പോൾ സാരി ഉടുക്കാൻ പറ്റാതായപ്പോൾ ഞാനൊരു ഡോക്ടറിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഡൗട്ട് തോന്നിയിട്ടായിരിക്കാം സാമ്പിൾ എടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പം ക്യാൻസർ. ആ ചേച്ചിയെ ആവും വിധം സമാധാനിപ്പിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനായി ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ ശരീരത്തിൽ വളരെ ടൈറ്റായിട്ട് സാരിയോ മുണ്ടോ ജീൻസോ ബെൽറ്റോ അണ്ടർവെയർസ് അഥവാ പാൻറ്റീസ്, ബ്രാ, ഷിമ്മീസ് ഇവ ഏതെങ്കിലും വളരെ ടൈറ്റായിട്ട് സ്ഥിരമായി ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ, മുഴ, കുരുക്കൾ, പൊട്ടൽ എന്നിവയെല്ലാം ആദ്യത്തെ ലക്ഷണമായിട്ട് കടന്നു വരും. ഇതിൻ്റെ ഒപ്പം തന്നെ ചൂടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പും പൊടിയും എല്ലാം കൂടിച്ചേരുമ്പോഴത് സ്കാമസ് സെൽ കാർസിനോമ എന്നുള്ള ഒരു ക്യാൻസറായിട്ട് തീരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സാരി അർബുദം അഥവാ ധോത്തി അർബുദം, മുണ്ട് അർബുദം എന്നൊക്കെ ഇതിനെക്കുറിച്ച് മലയാളത്തിൽ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള സ്കിൻ ക്യാൻസർ നമുക്ക് വരാതിരിക്കുവാനായിട്ട് മാക്സിമം നമ്മൾ അഴഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ശരീരം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ മാത്രം മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിക്കുക. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ളതാണ് ക്യാൻസർ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ടീച്ചറിൻ്റെ അവസ്ഥ നമുക്ക് ആർക്കും വരരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.